പൗരത്വ ഭേദഗതി നിയമത്തിൽ സുപ്രധാന ചുവടുവെപ്പുമായി കേന്ദ്ര സർക്കാർ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള ന്യൂനപക്ഷ കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള കട്ട് ഓഫ് തീയതി നീട്ടി. 2024 ഡിസംബർ 31 മുൻപ് ഭാരതത്തിലെത്തിയവർക്ക് പൗരത്വത്തിനായി അപേക്ഷിക്കാൻ അവസരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. മതപീഡനം മൂലം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ അഭയം പ്രാപിച്ച ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭാരതത്തിന്റെ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള കട്ട് ഓഫ് തീയതി ആഭ്യന്തര മന്ത്രാലയം നീട്ടി നൽകി. രേഖകളില്ലാതെ 2024 ഡിസംബർ 31 ഭാരതത്തിൽ പ്രവേശിച്ചവർക്ക് പൗരത്വത്തിനായി അപേക്ഷ നൽകാം എന്നാണ് മന്ത്രാലയത്തിന്റെ പുതിയ അറിയിപ്പ്. മുൻപ് ഇത് 2014 ഡിസംബർ 31 വരെയായിരുന്നു. കട്ട് ഓഫ് തീയതി 10 വർഷമാണ് വർദ്ധിപ്പിച്ചു നൽകിയത്. രേഖകളില്ലാതെ രാജ്യത്ത് പ്രവേശിച്ച മുസ്ലിം ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പരമാവധി പേർക്ക് പൗരത്വം നൽകാനുതകുന്ന രീതിയിൽ പശ്ചിമ ബംഗാളിലും ആസാമിലും അടക്കം പ്രത്യേക സെന്ററുകൾ പ്രവർത്തിച്ചു വരികയാണ്. പൗരത്വം ആവശ്യപ്പെട്ട് അസമിൽ ഇതുവരെ 12 അപേക്ഷകൾ ലഭിച്ചതായും അതിൽ 3 അപേക്ഷകർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചെന്നും മറ്റു അപേക്ഷകൾ പരിഗണിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. ജനം, ഡൽഹി.